ജീവിതം സങ്കീർത്തനമാക്കിയ ഒരു സംഗീത പ്രതിഭ. ഇത് തൃപ്പൂണിത്തുറ സ്വദേശിയും ഇപ്പോൾ അയർലൻഡിൽ നിരവധി ഗാന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്ന തോമസ് ജെ അഴിക്കകത്ത്. ഈ കാലഘട്ടങ്ങളിൽ ദൈവജനം ഏറ്റുപാടുന്ന നിരവധി ക്രിസ്തീയ ഗാനങ്ങൾ രചിക്കുകയും അവയ്ക്ക് ഈണം നൽകുകയും ചെയ്ത തോമസ് അഴിക്കകത്ത് തൻ്റെ ഗാന ശുശ്രൂഷാ ജീവിതം പങ്കുവയ്ക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകളിലും ആരാധനാക്രമത്തിലുമൊക്കെ വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ് പാട്ടുകൾ അലങ്കരിക്കുന്നത്. മലയാള ക്രിസ്ത്യൻ ഭക്തിഗാന രംഗത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയ അനേകം പാട്ടുകൾ എഴുതി ട്യൂൺ ചെയ്തിട്ടുള്ള ബഹുമാനപ്പെട്ട ശ്രീ തോമസ് ജെ അഴിക്കകത്ത്. തോമസ് ചേട്ടനാണ് ഇന്ന് നമ്മുടെ കൂടെ ആയിരിക്കുന്നത്. തോമസ് ചേട്ടാ, ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. തോമസ് ചേട്ടാ, പുറത്തു നിന്നൊരാൾ നോക്കുമ്പോൾ വളരെ അസൂയയോടെയാണ് സത്യത്തിൽ ഈ പാട്ടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെ, പാടുന്നവരെ ആകട്ടെ, എഴുതുന്നവരെ ആകട്ടെ, കമ്പോസ് ചെയ്യുന്നവരെ ആകട്ടെ കാണുന്നത്. ഇതിൻ്റെ ഒരു ടെക്നിക്കൽ വശങ്ങളൊന്നും അറിയത്തില്ലെങ്കിലും പാട്ട് ആസ്വദിക്കുന്നവരാണ് ഒരുപാട് മനുഷ്യരെല്ലാവരും. നമുക്കിതിൻ്റെ ഒരു പാട്ടിനെ പറ്റി, തോമസ് ചേട്ടൻ ചെയ്ത പാട്ടിനെ പറ്റിയൊക്കെ അറിയുന്നതിന് മുൻപ് തോമസ് ചേട്ടൻ സ്വയം പരിചയപ്പെടുത്താമോ? തോമസ് ചേട്ടൻ്റെ കുടുംബം എവിടെയാണ്? തോമസ് ചേട്ടൻ എവിടത്തുകാരനാണ്? ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഇത്തരം കാര്യങ്ങളൊക്കെ. ഞാൻ തൃപ്പൂണിത്തുറക്കാരനാണ്. ഞാൻ കഴിഞ്ഞ ഒരു 17 വർഷമായിട്ട് ഞാൻ അയർലൻഡിലാണ് താമസിക്കുന്നത് ഫാമിലിയായിട്ട്. ഭാര്യ, 2 കുട്ടികൾ, മക്കൾ 2 പേരും ഡിഗ്രിക്ക് പഠിക്കുന്നു. മോൻ സൗണ്ട് എഞ്ചിനീയറിങ്, മോൾ ഓക്യുപ്പേഷൻ തെറാപ്പി പഠിക്കുന്നു. അപ്പോൾ അയർലൻഡിൽ എങ്ങനെയാണ് തോമസ് ചേട്ടൻ ഇവിടെ ഒരുപാട് ഗാന ശുശ്രൂഷ അല്ലെങ്കിൽ ഇത്തരം മേഖലയിലൊക്കെ ശുശ്രൂഷ ചെയ്തിട്ട് അയർലൻഡിൽ ചെല്ലുമ്പോഴേക്കും അവിടെ ദേവാലയത്തോടൊക്കെ ചേർന്ന് ഇടവയോടൊക്കെ ചേർന്ന് നിൽക്കാൻ പറ്റുന്നുണ്ടോ? അതോ നമ്മളൊരു സോ കോൾഡ് ഞായറാഴ്ച ക്രിസ്ത്യാനിയായിട്ട് മാത്രമൊക്കെ കഴിഞ്ഞു പോവാണോ? ഞാനിവിടെ നിന്ന് അയർലൻഡിലേക്ക് പോകുന്ന സമയത്ത് സംഗീത രംഗത്ത് നല്ല തിരക്കുള്ള... ചോദിക്കാൻ കാരണം ഒരുപാട് പേര് മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം ആയതുകൊണ്ടും കൂടി കേട്ടോ. ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് സംഗീത രംഗത്ത് നല്ല തിരക്കുള്ള സമയത്താണ് അയർലൻഡിലേക്ക് പോകുന്നത്. അവിടേക്ക് പോകുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചു, ഇനി എൻ്റെ സംഗീത ജീവിതം തീർന്നു എന്നാണ് വിചാരിച്ചത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എൻ്റെ മേഖല കുറേയും കൂടി വികസിച്ചതായിട്ടാണ് എൻ്റെ മുമ്പിലേക്ക് ദൈവം ഇട്ട് തന്നതെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാൻ ആ ദൈവം തന്ന വഴികളിലൂടെ അങ്ങോട്ട് മുമ്പോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മളാണേലും ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ ഈശോയോട് ചേർന്ന് നിൽക്കുമ്പം എവിടെ കൊണ്ടുവന്ന് എത്തിച്ചാലും അവിടെയൊക്കെ തമ്പുരാണ്ട് ചേർന്ന് നിൽക്കാനുള്ള ഓരോ വഴികൾ തമ്പുരാൻ തന്നെ തുറന്നു തരും എന്നുള്ളത് നമ്മൾ തന്നെ നമ്മുടെ സ്വന്തം ജീവിതത്തിലൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. തോമസേട്ടാ, നമ്മൾ ഈ ഗായകരെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ ഒരു ഭക്തിഗാന രംഗത്തൊക്കെ നിൽക്കുന്നവർ നോക്കുമ്പോഴേക്കും ഒരുപക്ഷെ ഈ ഗായകരൊക്കെയും അവരുടെ കുടുംബങ്ങളിൽ പാട്ട് പാടുന്നവരോ അല്ലെ എഴുതുന്നവരൊക്കെ ഉണ്ടായിരിക്കും. അല്ലെ ചിലരെ സംബന്ധിച്ചൊക്കെ ചിലരിങ്ങനെ ചുമ്മാ തമാശയ്ക്ക് ഒന്ന് എഴുതി തുടങ്ങിയവർ അല്ലെങ്കിൽ ചുമ്മാ തമാശയ്ക്കൊന്നൊരു പാട്ട് ട്യൂൺ ചെയ്തവർ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. തോമസേട്ടൻ എങ്ങനെയാണ്? തോമസേട്ടൻ എങ്ങനെയാണ് ഈ ഒരു തോമസേട്ടൻ്റെ ഒരു മേഖലയാണ്, തോമസേട്ടന് എഴുതാനൊരു കഴിവുണ്ട് അല്ലെങ്കിൽ ഒരു ട്യൂൺ ചെയ്യാൻ കഴിവുണ്ട് എന്നൊരു തിരിച്ചറിവൊക്കെ ഉണ്ടായിരുന്നത് എങ്ങനെയാണ്? പാരമ്പര്യമായിട്ട് സംഗീതം ഒന്നും ഇല്ല. അപ്പൻ ഒരു നാടകം രചനയും സംവിധാനവും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് സംഗീതത്തിൻ്റെ ഒരു ഫ്ലേവർ വന്നു തുടങ്ങിയത് ഞാൻ ഓൾട്ടർ ബോയ് ആയിട്ട് കർമ്മലീത്താമഠത്തിൽ വീട്ടിനോട് ചേർന്നൊരു കർമ്മലീത്താമഠമുണ്ട്, അവിടെ ഓൾട്ടർ ബോയ് ആയിട്ട് പോയിരുന്നു. അപ്പോൾ കുർബാന ചൊല്ലിയിരുന്നത് ആബേലച്ചനായിരുന്നു. അപ്പോൾ ആബേലച്ചൻ്റെ ഒരു ഇൻസ്പിറേഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ കലാഭവൻ്റെ ആബേലച്ചൻ. പിന്നെ മ്യൂസിക്കലി അങ്ങനെ പഠിക്കണമെന്ന് ആഗ്രഹം വന്നു. ഞാൻ കലാഭവനിൽ തന്നെ പിയാനോ പഠനം തുടങ്ങി. അവിടെ നിന്ന് പഠനം കഴിഞ്ഞ് പഠനത്തിനിടയ്ക്ക് തന്നെ പഠിപ്പിക്കാൻ അവിടെ നിന്ന് തന്നെ തുടങ്ങി. പിന്നെ ക്ലാസ്സുകളായി. അതിനൊപ്പം തൃപ്പൂണിത്തുറ സെൻറ്റ് മേരീസ് ഫൊറോന പള്ളിയിൽ ഗായക സംഘത്തിൽ ചേർന്ന്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഹാർമോണിയം മാത്രമായിരുന്നു പള്ളിയിൽ. ഞാൻ ആദ്യമായിട്ട് കീബോർഡ് ഒക്കെ വായിച്ചു. അങ്ങനെ ചെയ്തു തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ മനസ്സിൽ പാട്ടുകളൊക്കെ ഒന്ന് കമ്പോസ് ചെയ്താൽ കൊള്ളാം, സംഗതികളൊക്കെ മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ ചെറുതായിട്ട് അങ്ങനെ ലിറിക്സൊക്കെ ചെറുതായിട്ട് എഴുതി. പിന്നെ കുർബാനയ്ക്ക് പാടാൻ വേണ്ടിയുള്ള 1-2 പാട്ടുകളൊക്കെ അങ്ങനെ ചെയ്തു. തോമസേട്ടാ, എല്ലാ സംഗീതജ്ഞരുടെയും ഉള്ളിൽ അവരുടെ വെരി ഫസ്റ്റ് സോങ്
അല്ലേ? ആദ്യത്തെ പാട്ടെന്ന് പറയുന്നത് എപ്പോഴും സ്പെഷ്യലായിരിക്കും. അപ്പം ഞാനും ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് തോമസേട്ടൻ ആദ്യമായിട്ട്, തോമസേട്ടൻ്റെ പ്രത്യേകത, തോമസേട്ടൻ കൂടുതലും തോമസേട്ടൻ തന്നെ കമ്പോസ് ചെയ്ത് തോമസേട്ടൻ തന്നെ എഴുതിയ പാട്ടുകളാണ് കൂടുതലും. ഒരു 90% അങ്ങനത്തെ പാട്ടുകളാണ്. അപ്പോൾ തോമസേട്ടൻ സ്വാഭാവികമായിട്ടും ആദ്യത്തേതും അങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. ആദ്യത്തെ പാട്ട് തോമസേട്ടൻ തന്നെ കമ്പോസ് ചെയ്ത് തോമസേട്ടൻ തന്നെ എഴുതിയതായിരിക്കണം. നമുക്കൊന്ന് കേൾക്കാൻ പറ്റുമോ തോമസേട്ടൻ ആദ്യമായിട്ട് സംഗീതം കൊടുത്ത പാട്ട്? ആദ്യമായിട്ട് കമ്പോസ് ചെയ്ത പാട്ട് എന്ന് പറഞ്ഞാൽ അത് തൃപ്പൂണിത്തുറ പള്ളിയിൽ ഞാൻ കൊയറിലുണ്ടല്ലോ. അപ്പോൾ ഞങ്ങളുടെ ഗായക സംഘത്തിന് ആദ്യത്തെ കുർബാനയുടെ ഒരു എൻട്രൻസ് സോങ്ങായിട്ട് ഒരു പാട്ട് ചെയ്തു. അത് ചെയ്ത് ഞങ്ങൾ കുറച്ച് നാൾ അവിടെ തൃപ്പൂണിത്തുറ പള്ളിയിൽ പാടി, എൻട്രൻസ് സോങ്ങായിട്ട് പാടി. പിന്നെ അതിന് ശേഷം ഒരു 2 വർഷത്തിന് ശേഷമാണത് ഒരു പാട്ടായിട്ട് പ്രമുഖ ഗായകൻ പാടി പുറത്തു വന്നത്. തോമസേട്ടൻ ആദ്യം പാടിയ പാട്ടാണ്, അല്ല ആദ്യം സംഗീത സംവിധാനം ചെയ്ത പാട്ടാണ്. നമുക്കൊന്ന് കേട്ടാലോ? അത് കേൾക്കാം. ദീപം തെളിഞ്ഞു സ്വർണപ്രഭ തൂകി ബലിവേദിയിൽ, സ്നേഹം ചൊരിയാൻ ദൈവമണയുന്നൊരീ വേദിയിൽ, പൂജാഗീതം മുഴങ്ങി മണ്ണിൽ സ്വർഗം താണിറങ്ങി, മാലാകമാർ വന്നണഞ്ഞു മാനവരോടൊത്തു ചേർന്നു, ദീപം തെളിഞ്ഞു സ്വർണപ്രഭ തൂകി ബലിവേദിയിൽ. തോമസേട്ടൻ ഓർക്കുന്നുണ്ടോ ഇത് ഏത് വർഷമാണ് തോമസേട്ടൻ കമ്പോസ് ചെയ്യുന്നതെന്ന്? ഈ പാട്ട് കമ്പോസ് ചെയ്തത് ഏകദേശം 90 ടൈമിലാണ്, 1990. 30-31 വർഷമായിട്ടും ആ ഒരു ഫ്രഷ്നെസ് ഇപ്പം ഞാൻ ഓർക്കുമായിരുന്നു. അതായത് സ്വർഗം മണ്ണിലിറങ്ങി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ കുർബാനയ്ക്കെന്ന് അണയാനായിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടാവുന്നുണ്ട്. തോമസേട്ടൻ്റെ പേര് നമ്മുടെ വിശ്വാസത്തിൻ്റെ പിതാവ് തോമാസ് സ്ലീഹായുടെയാണ്. എല്ലാവരെയും സംബന്ധിച്ച് അവരുടെ പേരിന് കാരണക്കാരനായ വിശുദ്ധൻ നമുക്കൊരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. തോമസേട്ടനെ സംബന്ധിച്ച് തോമസ് ഏട്ടൻ്റെ ഒരു ശുശ്രൂഷ രംഗത്ത് എങ്ങനെയാണ് തോമാസ് സ്ലീഹയെ ചേർത്ത് പിടിക്കുന്നത്, അല്ലെങ്കിൽ തോമാസ് സ്ലീഹയ്ക്ക് വേണ്ടിയിട്ട് തോമാസ് സ്ലീഹയുടെ അനുസ്മരണത്തിനായിട്ട് ഏതെങ്കിലുമൊക്കെ പാട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഉണ്ട്. തോമാസ് ലീഹയുടെ ഞാൻ മലയാറ്റൂർ കൺവെൻഷന് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് നമ്മൾ ദുഃഖ്രാന തിരുനാളിലേക്കൊക്കെ വരുമ്പോഴേക്കും അങ്ങനെ പാട്ട് ചെയ്തിട്ടുണ്ട്. അത് എന്നോട് പ്രൊഡ്യൂസർ പറഞ്ഞു ഒരു പാട്ട് ചെയ്യണം, തോമാസ് ലീഹയുടെ ചെയ്യണമെന്ന് പറഞ്ഞു. തുടങ്ങി. എന്നിട്ട് പറഞ്ഞു ഈ പാട്ടിനൊരു പ്രത്യേകത ഉണ്ട്, ഈ പാട്ട് എവിടെ പള്ളിയിൽ ഏത് വിശുദ്ധനുണ്ടെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയിലായിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്. അത് തോമാസ് ലീഹയ്ക്ക് വേണ്ടി ചെയ്തതായിട്ടാണ് ഞാൻ തുടങ്ങിയത്. പക്ഷേ അതിപ്പോൾ പല വിശുദ്ധന്മാർക്കും ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയുണ്ട്. നമുക്ക് ആ ഒരു പാട്ട് ഈ പറഞ്ഞ പോലെ ചിലപ്പം ബാക്കിയുള്ളവർ ഒരുപക്ഷെ തോമാസ് ലീഹയുടെ പാട്ടാണെന്ന് കേട്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ തോമാസ് ലീഹ കേട്ടിട്ടുണ്ടാവും, പക്ഷേ തോമാസ് ലീഹയുമായി ബന്ധപ്പെട്ടാണ് എഴുതിയതെന്ന് അവർക്ക് അറിയത്ത് പോലില്ലായിരിക്കും. നമുക്കൊന്ന് കേട്ടാലോ? അത് കേൾക്കാം. എൻ്റെ പേര് തോമസ് ഇതുകൊണ്ട് എനിക്ക് ഈ പാട്ടിനോടൊരു പ്രത്യേക ഒരു ബന്ധവും കൂടിയുണ്ട്. മനസ്സുകളിൽ മധുമലർ വിരിയും, ആത്മാവിൽ വരമഴ ചൊരിയും, പുണ്യാത്മനേ നിൻ തിരുനാൾ ആനന്ദത്തോടെ ഞങ്ങൾ ആഘോഷിച്ചിടും. ധീരനാം താതനേ ദാസരിൽ വരം തൂകണേ, യേശുവിൻ സാക്ഷിയാ മാറുവാൻ വരം തൂകണേ. ഞാൻ ലാസ്റ്റ് കോറസ് വരികൾ ശ്രദ്ധിക്കുമായിരുന്നു. ധീരനാം താതനെ ദാസരിൽ വരം തൂകണേ, യേശുവിൻ സാക്ഷിയായി മാറുവാൻ വരം തൂകണേ. തോമാസ് ലീഹയായിട്ട് ബന്ധപ്പെട്ട് വളരെ ആപ്റ്റായിട്ടുള്ള വരികളാണ്. ധീരനായ യേശുവിന് സാക്ഷിയാകാൻ വേണ്ടി നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന മാതൃക നൽകിയ തോമാസ് ലീഹ. പക്ഷേ കുറച്ചുകൂടെ ചിന്തിച്ചാൽ ഇതെല്ലാ വിശുദ്ധരെ സംബന്ധിച്ചും വളരെ ആപ്റ്റായ വരികളാണ്. എൻ്റെ അകത്തൊരു വളരെ രസകരമായ വസ്തുത, ഞാൻ ഈ പാട്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കേട്ടിട്ടുണ്ട് എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ. പക്ഷെ ഞാൻ കേട്ടിരുന്നതും ഞാൻ വിശ്വസിച്ചിരുന്നതും ഇത് സെബസ്ത്യാനോസ് പുണ്യാളുടെ പാട്ടാണെന്ന്.
ഇന്നലെ വിചാരിതമായിട്ട് ഈ പാട്ടിങ്ങനെ യൂട്യൂബിലെടുത്ത് നോക്കിയപ്പം യൂട്യൂബിൽ ഇത് കിടക്കുന്നത് സെൻറ്റ് ആൻ്റണിയുടെ പാട്ടായിട്ടാണ്. അപ്പം ഓരോരോ കാലഘട്ടത്തിൽ ഈ പാട്ട് എഴുതിയിട്ട് എനിക്ക് തോന്നുന്നു 10-20 വർഷം 25 വർഷത്തിന് മുകളിലായി. എന്നിട്ടും ഇപ്പോഴും നമ്മുടെ ദേവാലയങ്ങളിലൊക്കെ ഈ പാട്ടിങ്ങനെ ഓരോരോ തിരുനാളുകളിലും നമ്മുടെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രങ്ങളിലെ തിരുനാളുകളിലൊക്കെയും ഇന്നും ഈ പാട്ട് വളരെ ലൈവായിട്ട് നിൽക്കുന്ന കാണുമ്പോൾ തോമസേട്ടന് അഭിമാനിക്കാം. തീർച്ചയായിട്ടും അതിന് ഈ പറഞ്ഞ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്, ഈ ഒരു കാരണവും കൂടിയുണ്ട്. അതിന് ഏത് വിശുദ്ധർക്കും ഉപയോഗിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞത്, അതുകൊണ്ട് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. അതിലെ വരികളും അങ്ങനെയാണ്. അതിലെ വരികളും എല്ലാ വിശുദ്ധർക്കും വളരെ യോജിച്ച രീതിയിലുള്ള വരികളാണ്. തോമസേട്ടാ, വീണ്ടും ഈ ഒരു 90 കാലഘട്ടത്തിലേക്കൊക്കെ ഞാനും കേട്ടറിവേ ഉള്ളൂ, ഞാൻ ജനിച്ചിട്ട് പോലും ഇല്ലാത്ത സമയമാണ്. 92-93 കാലഘട്ടത്തിലൊക്കെയും നമ്മുടെ കൺവെൻഷൻ വേദികളിൽ, വചനപ്രഘോഷണ വേദികളിലൊക്കെയും ഒരുപാട് അലയടിച്ച ഒരുപാട് പേരുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ആഴ്ന്ന് കയറിയ പാട്ടെന്ന് കേട്ടിട്ടുള്ളതാണ് കരകവിഞ്ഞൊഴുകിയിടും എന്ന പാട്ട്. എന്താണ് അങ്ങനെ ഒരു പാട്ട് എഴുതാനുണ്ടായ ഒരു കാരണം, അല്ലെങ്കിൽ ആ ഒരു പാട്ടിൻ്റെ പിന്നിലുള്ള ഒരു കഥ പറയാമോ? ആ പാട്ടിൻ്റെ കഥ പറഞ്ഞാണെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. അത് പാടിക്കഴിഞ്ഞു, കുറേ പാട്ടുകൾ ചെയ്തു, അതിലൊരു പാട്ടായിരുന്നു. പക്ഷേ പാടിക്കഴിഞ്ഞു, അത് ധ്യാന കേന്ദ്രങ്ങളിലെ ബുക്കുകളിലൊക്കെ പ്രിൻ്റ് ചെയ്തു വന്നു, എല്ലായിടത്തും പാടി ആദ്യകാലങ്ങളിലുള്ള എല്ലാ പള്ളികളിലും കൊയറിന് പാടി. അങ്ങനെ ആ പാട്ട് ഒരു ഹിറ്റായി മാറിയിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 80 കാലഘട്ടത്തിലൊക്കെ ജനിച്ചവരെ സംബന്ധിച്ച് അവരുടെ ചെറുപ്പകാലഘട്ടത്തിൽ ഒരുപാട് കേട്ടിട്ടുള്ള ഒരുപാട് ദേവാലയങ്ങളിൽ അലയടിച്ച സോങ്ങാണിത്. നമുക്ക് വേണ്ടി ഒന്ന് പാടാവോ? അത് പാടാം. കരകവിഞ്ഞൊഴുകിയിടും സ്നേഹം ചൊരിഞ്ഞിടാൻ മധുരമനോഹരമാ വചനം പകർന്നിടാൻ ആഗതനാകുന്നു ആശ്വാസമേകുന്നവൻ, ആത്മാർപ്പണം ചെയ്തവൻ. കരകവിഞ്ഞൊഴുകിയിടും സ്നേഹം ചൊരിഞ്ഞിടാൻ മധുരമനോഹരമാ വചനം പകർന്നിടാൻ. തോമസേട്ടൻ ഇത് പാടുമ്പോൾ ഞാൻ ഓർക്കുമായിരുന്നേ, ഒരു കാലഘട്ടത്തിൽ എന്തോരം വചനപ്രഘോഷണ വേദികളിൽ ആയിരക്കണക്കിന് മനുഷ്യരെ ഏറ്റുപാടിയൊരു പാട്ടാണ്. ഇപ്പോൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ തോമസേട്ടൻ ഈ ഒരു പിയാനോ വെച്ച് പാടുന്നത് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. തോമസേട്ട, അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, പുറത്തുള്ള ആളുകൾക്ക് അത്രയും അറിയത്തില്ലാത്തൊരു കാര്യം, അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയൊരു ഫാക്ടറാണ്. എങ്ങനെയാണ് ഈ ഒരു പാട്ട് ജനിക്കുന്നത്? എങ്ങനെയാണ് തോമസേട്ടൻ ഇപ്പോൾ ഒരാൾ ഒരു പാട്ടിന് വേണ്ടി തോമസേട്ടനെ സമീപിക്കുമ്പം, എൻ്റെ ഒരു അറിവ് ശരിയാണ്, ഇപ്പോഴും തോമസേട്ടൻ പാട്ട് എഴുതുന്നുണ്ട്, ഇപ്പോഴും കമ്പോസ് ചെയ്യുന്നുണ്ട്. തോമസേട്ടൻ യൂട്യൂബിൽ ഒക്കെ അത് ലൈവായിട്ട് കൊണ്ടുവരുന്നുണ്ട്, ഒരു ചാനലൊക്കെ ഭംഗിയായി നടത്തുന്നുണ്ട്. എങ്ങനെയാണ് ഒരു പാട്ട് എഴുതുന്നതിലേക്ക്, പാട്ട് സംഗീതം ചെയ്യുന്നതിലേക്ക്? ചിലരെ സംബന്ധിച്ച് ആദ്യം വരി എഴുതുന്നു, വേറൊരാളത് സംഗീതം ചെയ്യുന്നു. ചില സംബന്ധിച്ച് സംഗീതം ആദ്യം ഇടുന്നു, പിന്നെ അത് വരികൾ എഴുതുന്നു. എങ്ങനെയാണ് തോമസേട്ടൻ്റെ ഒരു രീതി, അല്ലെ തോമസേട്ടൻ എങ്ങനെയാണ് ചെയ്യുന്നത്? നേരത്തെ ഞാൻ ചെയ്തിരുന്നത് പാട്ടുകൾ ഇന്ന പാട്ടുകാരനാണ് പാടുന്നത് എന്ന്, അത് കാസറ്റ് CD-യുടെ കാലഘട്ടത്തിലാണ്. അപ്പോൾ നമ്മളതനുസരിച്ച് അവരെ കണ്ടുകൊണ്ട് നമ്മൾ പാട്ട് ചെയ്തിരുന്നു. ഒരു കാലഘട്ടത്തിൽ ചില നടന്മാർക്ക് വേണ്ടിയിട്ട് സിനിമകൾ എഴുതപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ്. പക്ഷേ ഇപ്പോൾ എല്ലാം ഇൻഡിവിജ്വലാണ്. കൂടുതലായിട്ട് ഞാൻ ചെയ്യുന്നത് പുതിയ പാട്ടുകാരാണ് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ പുതിയ ഗായകർ വരുമ്പോൾ അവരെ ടെസ്റ്റ് ചെയ്യാനും ഇൻ്റർവ്യൂ ചെയ്യാനും ഒന്നും നമുക്ക് സാധിക്കില്ല. നമുക്ക് ഒരു പ്രാർത്ഥനയോടുകൂടി ഒരു സംഗതി, ഒരു തീം മനസ്സിൽ ഫിക്സ് ചെയ്യും. ഒരു തീം ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് അത് നമ്മുടെ ഉള്ളിലേക്ക് വരും. ഈ പാട്ടിന് ഒരു തീമുണ്ട്, ഒന്നുകിൽ ഒരു മാതാവിൻ്റെ പാട്ട്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പാട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും വിശുദ്ധരുടെ പാട്ട്, അല്ലെങ്കിൽ ഒരു ദിവ്യാരണത്തിൻ്റെ പാട്ട്. അങ്ങനെ ഒരു തീം നമ്മളുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ട്യൂണായിട്ടാണ് മനസ്സിലേക്ക് വരുന്നത്. അതിൽ ലിറിക്സും ഉണ്ട്. അതിൻ്റെ സ്റ്റാർട്ടിങ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതൊരു ഫ്ലോയാണ്. അത് ഒരു ദൈവകൃപയായിട്ട് തന്നെയാണ് ഞാനത്
ഉൾക്കൊണ്ടിരിക്കുന്നത്. തോംസേട്ടനൊപ്പം ഒരേ സമയത്ത് രണ്ടും അല്ലേ, അതായത് ട്യൂൺ വരുന്നതൊപ്പം തന്നെ ആ കൂടെ തന്നെ വരികളും കിട്ടുമായിരുന്നു. ആദ്യത്തെ ഒരു 4 വരി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ചിലപ്പോൾ അപ്പോൾ തന്നെ ആയിരിക്കില്ല, അതിൻ്റെ കണ്ടിന്യൂഷൻ വരുന്നത് കുറച്ച് സമയത്തിന് ശേഷമായിരിക്കാം, ചിലപ്പോൾ ജോലിയുടെ ഇടയിലായിരിക്കാം. പക്ഷെ മനസ്സിലത് കിടക്കുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അതിലേക്ക്. തോംസൺ ഇത് പറയുമ്പം വളരെ ലൈറ്റായിട്ട് പറഞ്ഞു വെച്ചെങ്കിലേ ഇതിനെപ്പറ്റി ഇപ്പം ഞാനൊക്കെ വളരെ അസൂയോടെ നോക്കുന്ന ഒരാളാണ് ഇത്തരം കാര്യങ്ങളെപ്പറ്റി. കാരണം പാട്ട് പാടാൻ അറിയുക, പാട്ട് എഴുതാൻ കഴിയുക എന്നൊക്കെയുള്ളത് വളരെ അസൂയോടെ തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിട്ട് തന്നെ കരുതുവാണ്. അതൊരു ബ്ലെസ്സിങ് മാത്രമാണത്, അത് നമ്മളുടേതായിട്ടുള്ളൊരു കഴിവല്ല, അതൊരു ബ്ലെസ്സിങ് മാത്രമായിട്ടാണ്. എനിക്ക് തന്നെ അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ടോ, ഞാൻ ഇങ്ങനെയൊക്കെ എഴുതിയോ എന്ന് തോന്നിയിട്ടുണ്ട്. ചില വരികൾ കണ്ടു കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ വന്നോ, അത്രമാത്രമൊക്കെ ഉണ്ടോ, ഇതെങ്ങനെ വന്നു എന്ന് ഞാൻ തന്നെ ചിന്തിച്ചു പോയിട്ടുണ്ട്. അതൊരു അനുഗ്രഹം തന്നെയായിട്ടാണ് വരുന്നത്. ഞാൻ ഓർക്കുമായിരുന്നു ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ തോംസേട്ടൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് നോക്കിയാൽ ഒരുപാട് മാതാവിൻ്റെ പാട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ട്. മാതാവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗാനങ്ങളൊക്കെ ഒരുപാട് നല്ല ഗാനങ്ങൾ, കേൾക്കാൻ ഇമ്പകരമായ ഗാനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. തോംസേട്ടൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പം എവിടെയെങ്കിലുമൊക്കെ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും ഉണ്ടാകും. അതായത് ഒരുപക്ഷെ തോമസേട്ടൻ വിചാരിച്ച പോലെ ആയിരിക്കില്ല ആ പാട്ട് വന്നത്, അല്ലെങ്കിൽ വിചാരിച്ച ആളായിരിക്കില്ല പാടിയത്. പക്ഷെ അത് ഒരുപാട് അനുഗ്രഹമായി മാറിയിട്ടുണ്ടാകും. അല്ലെങ്കിൽ വിചാരിച്ച രീതിയിലൊന്നും നടക്കാത്ത കാര്യങ്ങൾ വലിയ ദൈവാനുഗ്രഹമായി മാറിയിട്ടുണ്ടാകും. ഒന്ന് ഓർത്തെടുക്കുമ്പം അങ്ങനെ അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായതിൽ ഒരു ഗാനമുണ്ട്. ഒരു പ്രൊഡ്യൂസർ ഒരു പാട്ട് ചെയ്തു, അത് പാടാനായിട്ട് ഒരു പ്രശസ്ത ഗായികനാണ് നിശ്ചയിച്ചത്. പാട്ടെല്ലാം വൃത്തിയായി റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞു. പക്ഷേ പാട്ടെടുക്കുന്ന സമയമായപ്പോൾ ഗായികയുടെ ശബ്ദത്തിന് പ്രശ്നമായി. എന്നിട്ടത് അവസാനം ഗ്രൂപ്പായിട്ട് പാടി, കോറസ് പാടി ആ പാട്ട് പുറത്തിറങ്ങി. പക്ഷെ അത് വളരെ എല്ലാവരും ഏറ്റെടുത്ത് നല്ലൊരു പാട്ടായിട്ട് പുറത്തു വന്നു, അതിനൊരു കുറവും വരാണ്ട്. നമുക്കൊന്ന് കേട്ടാലോ? അത് പാടാം. നീർച്ചാലു തേടുന്ന മാൻപേട പോൽ എൻ ജീവനാഥനെ തേടുന്നു ഞാൻ. ഹൃദയത്തിനുള്ളിൽ അൾത്താര തീർത്തൻ്റെ കർത്താവിനെ കാത്തിരിപ്പൂ. നീർച്ചാലു തേടുന്ന മാൻപേട പോൽ മരുഭൂവിലുതിരുന്ന നീർത്തുള്ളി പോലവൻ മമ ജീവനിൽ സ്നേഹധാരയാകും. ആ സ്നേഹസംഗീതധാരയിലൊന്നായി യേശുവിൽ ഞാനൊരു ഭാഗമാകും. നീർച്ചാലു തേടുന്ന മാൻപേട പോൽ എൻ ജീവനാഥനെ തേടുന്നു ഞാൻ. ഹൃദയത്തിനുള്ളിൽ അൾത്താര തീർത്തൻ്റെ കർത്താവിനെ കാത്തിരിപ്പൂ. ഇത് തീർച്ചയായിട്ടും തോമസേട്ടാ കേൾക്കുമ്പോൾ ഓർക്കുമായിരുന്നു, നമ്മൾ ആദ്യം ദീപം തെളിഞ്ഞ് കേട്ടപ്പോൾ പറഞ്ഞ പോലെ തന്നെ വിശുദ്ധ കുർബാനയുടെ സമയത്ത് നമ്മൾ കേൾക്കുമ്പോഴേക്കും നീർച്ചാല് തേടുന്ന മാൻപേട പോലെ ഞാനും ഈശോയെ കാത്തിരിക്കുവാണ്. ആ ഒരു ദാഹം, ആ ഒരു കാത്തിരിപ്പിൻ്റെ ബുദ്ധിമുട്ടും സങ്കടവും പ്രതീക്ഷയും എല്ലാം ആ ഒരു പാട്ടിലുണ്ട്. ഇതുപോലെ ഒരുപാട് ഗാനങ്ങൾ ചെയ്യുവാനായിട്ട് ഈശോ ഇടവരുത്തിയിട്ടുണ്ട്. തോമസേട്ടൻ തന്നെ പറഞ്ഞതെന്ന് വ്യക്തമാണ്. കഴിഞ്ഞൊരു 33 വർഷമായിട്ട് ഇതിനിടയിൽ തോമസേട്ടൻ എണ്ണിയിട്ടുണ്ട് ഏകദേശം എത്ര പാട്ടൊക്കെ ചെയ്തിട്ടുണ്ടാവും? എണ്ണിയിട്ടില്ല, എന്നാലും ഏകദേശം ഇറങ്ങിയ കാസറ്റുകളുടെയും സീഡികളുടെയും എണ്ണം നോക്കുമ്പോൾ ഒരു 300-400ഓളം പാട്ടുകളുടെ അടുത്ത് പോയി. 300-400ഓളം പാട്ടുകൾ കേൾക്കുമ്പോൾ പറയുമ്പോൾ 300-400 എന്ന് പറഞ്ഞാലും 400 ഈണമാണ്, 400 വരികളാണ്, 400 പാട്ടുകളുടെ വരികളാണ്. അതത്ര എളുപ്പമുള്ളതായിരുന്നില്ല. പെട്ടെന്നൊന്ന് മനസ്സിലേക്ക് വരുന്ന ഒരു ഗാനം ഒന്ന് നമുക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഗാനം ഒന്ന് പാടാവോ? ഞാനിപ്പോൾ ഓർക്കുകയാണ്, പ്രൊഡ്യൂസർ ഒരു യേശുവോടെ തിരുരക്തത്തെ പറ്റിയുള്ള ഒരു പാട്ട് വേണം എന്ന് ആവശ്യപ്പെട്ട്. അപ്പോൾ അത് ഞാനിവിടെ പാടാം. നിൻ തിരുരക്തത്തിൻ യോഗ്യതയാ സൗഖ്യമാക്കിടണേ പാപിയാമെന്നേ. നിന്റെ വിലാവിലെ നിർമ്മല നീരുറവാ
ആക്കിയിടണേ പാപിയാമെന്നെ. ഈ പാട്ടും ഒരു അനുതാപത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളൊരു കുമ്പസാരത്തിനൊക്കെ ഒരുങ്ങുമ്പോഴൊക്കെ കേൾക്കാൻ വേണ്ടി ഒരു പ്രാർത്ഥനയായിട്ടും നമ്മുടെ ഒരു പശ്ചാത്താപത്തിൻ്റെ ഒരു ഗാനരൂപമൊക്കെ ആയിട്ടും നമുക്ക് പെട്ടെന്ന് ഓർക്കാവുന്ന ഒരു ഗാനമായിട്ട് തോന്നുകയാണ്. തോംസേട്ട സാധാരണ മ്യൂസിക് ഡയറക്ടേഴ്സൊക്കെ പറയാറുണ്ട്, അല്ലെങ്കിൽ ലിറിക്സ് പറയാറുണ്ട്, നമ്മൾ പാട്ട് എഴുതാൻ വേണ്ടിയിട്ട് ഇന്ന സ്ഥലത്ത് പോയിരുന്ന് പാട്ട് എഴുതി, ഏതെങ്കിലും ഒരു വളരെ മറ്റ് തിരക്കുകളൊന്നുമില്ലാത്ത ശല്യങ്ങളില്ലാത്ത സ്ഥലത്ത് പോയിരുന്ന് 2-3 ദിവസം ഇരുന്നാണ് ഒരു പാട്ടുണ്ടാക്കിയത്, പാട്ട് എഴുതിയെന്നൊക്കെ. തോമസ് ഏട്ടനെ സംബന്ധിച്ച് നമ്മുടെ ഒരു ക്രിസ്തീയ ഭക്തിഗാന രംഗത്ത് ഉള്ള ഒരാളാണ്. എത്രമാത്രം ഈശോയുമായുള്ള ബന്ധം, ഒരു പ്രാർത്ഥനാ ജീവിതം അല്ലെങ്കിൽ ഒരു പാട്ട് എഴുതുമ്പോൾ എങ്ങനെയാണ് തോമസ് ഏട്ടൻ പ്രിപ്പയർ ചെയ്യുന്നത്? ഒരു പ്രൊഡ്യൂസർ ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് തീമൊന്നുമില്ലെങ്കിൽ, തീമുണ്ടെങ്കിൽ തീം പറയുന്നു, നമ്മൾ തീമായിട്ട് പ്രിപ്പയർ ആവുന്നു. തീമില്ലെങ്കിൽ നമ്മളൊരു പ്രാർത്ഥനയോടുകൂടി ഒരു പാട്ടിന് വേണ്ടി അങ്ങോട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു തീം ഉള്ളിൽ വരും. ചിലപ്പോൾ ഒരു ദിവ്യകാരുണ്യത്തിൻ്റെ ആയിരിക്കാം, ചിലപ്പോൾ ഒരു പ്രാർത്ഥനയായിരിക്കാം, അല്ലെങ്കിൽ ഒരു മാതാവിൻ്റെ ആയിരിക്കാം. എന്തായാലും അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നൊരു ഫ്ലോയാണ് പാട്ടിലേക്കുള്ള. നമ്മൾ പറയും അറിയാതെ വന്നു പോകുന്നതാണെന്ന് പറയും. ഏതായാലും അതൊരു ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു അനുഗ്രഹമായിട്ട് തന്നെയാണ് വരുന്നത്. എല്ലാ മനുഷ്യർക്കും പറ്റുന്നൊരു കാര്യമൊന്നുമല്ല, അപൂർവം മനുഷ്യർക്ക് മാത്രം ലഭിച്ചിരിക്കുന്ന വലിയൊരു സിദ്ധിയാണ്, വലിയൊരു അനുഗ്രഹമാണത്. തോമസ് ഏട്ടൻ ഇങ്ങനെ ഒരുപാട് യാത്രകളൊക്കെ ചെയ്യുമ്പോൾ, ചില ദേവാലയങ്ങളിൽ ചെല്ലുമ്പോൾ ഒരുപക്ഷെ തോമസ് ഏട്ടനെ ആൾക്കാരറിയില്ലായിരിക്കാം, തോമസ് ഏട്ടൻ്റെ പാട്ടാണെന്നും അറിയില്ലായിരിക്കും. പക്ഷേ തോമസ് ഏട്ടനെ കേട്ടുണ്ടാവും തോമസ് ഏട്ടൻ്റെ പാട്ട് ദേവാലയങ്ങളിലോ ഏതെങ്കിലുമൊക്കെ മറ്റു വേദികളിലൊക്കെ പാടുന്നത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ പല സ്ഥലങ്ങളിൽ കേട്ടിട്ടുണ്ട്. അതിൽ എനിക്ക് ഓർമ്മയിൽ വരുന്നത് ഒരു പാട്ട്, ഞാൻ ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ ഒരു വെള്ളിയാഴ്ചയാണോ ശനിയാഴ്ചയാണോ ഒരു കൺവെൻഷനുള്ള ഒരു ആഴ്ചയിലൊരു മാസത്തിലോ അങ്ങനെ ഒരു കൺവെൻഷനുള്ള ദിവസമുണ്ട്. അവിടെ ചെന്നപ്പോൾ ഒരു പാട്ട് തുടങ്ങിയപ്പോൾ ഞാൻ നല്ല പരിചയമുള്ള പാട്ടാണല്ലോ ഇത്, എൻ്റെ ആണെന്നുള്ളത് പിന്നീടാണ് സ്ട്രൈക്ക് ചെയ്യുന്നത്. അങ്ങനെ കേട്ടിട്ടുണ്ട് ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു പാട്ട്. അവിടുത്തെ പാട്ട് പുസ്തകത്തിൽ പ്രിൻ്റ് ചെയ്തിട്ടും ഉണ്ടായിരുന്നു. നമുക്കൊന്ന് കേൾക്കാം ആ ഒരു പാട്ട്. ആയിക്കോട്ടെ. ഏതായാലും തോമസ് ഏട്ടൻ പോലും ആദ്യം ഒന്ന് എൻ്റെ തന്നെ പാട്ടാണോ സംശയിച്ച സ്ഥിതിക്ക് നമുക്കൊന്ന് കേട്ടേക്കാം. വരദാനങ്ങൾ കനിഞ്ഞരുളാൻ കരുണാമയനിൽ കുടികൊള്ളും പാവന പരിശുദ്ധാത്മാവേ, പാപികളിവരിലിറങ്ങണമേ. ആദിമസഭയിലെ നെഞ്ചൈതന്യം ആഗതമാകാനാത്മാവേ, ആശ്വാസം പകരും നിറവാലെ ആശിഷമാരി ചൊരിയണമേ, ആശിഷമാരി ചൊരിയണമേ. എല്ലാ ജോണറിലുള്ള അല്ലെങ്കിൽ എല്ലാ നമ്മുടെ ക്രിസ്തീയ ഭക്തിഗാന രംഗത്തെ എല്ലാ മേഖലകളും, അതായത് മാതാവിൻ്റെ പാട്ടുകൾ, പരിശുദ്ധാത്മാവിൻ്റെ പാട്ടുകൾ, ദിവ്യകാരുണ്യത്തിന് ബന്ധപ്പെട്ട പാട്ടുകൾ, വിശുദ്ധരുടെ പാട്ടുകൾ, അത് പറഞ്ഞു വന്നപ്പോഴാണ് വിശുദ്ധരുടെ പാട്ടുകൾ നമ്മൾ ആദ്യം മനസ്സുകളിൽ പുതുമലർച്ചൊരിയും കേട്ടു. അതുപോലെ തന്നെ ഒരുപാട് മനുഷ്യർ ഇന്നും ഏറ്റെടുത്തിരിക്കുന്ന, ഇന്നും കേൾക്കുന്ന, പ്രത്യേകിച്ച് കാഞ്ഞൂർ തിരുനാളിന് കാഞ്ഞൂർ ദേവാലയത്തിൽ പാടി കേൾക്കുന്ന പാട്ടാണ് കാഞ്ഞൂരിൽ വാഴുന്ന കാരുണ്യരൂപനെ എന്ന ഗാനം. അത് ഞാൻ ഈ കഴിഞ്ഞ ദിവസമാണ് അത് തോമസേൻ്റെ പാട്ടാണ് എന്ന് മനസ്സിലാക്കിയത്. അത്രയധികം ആളുകൾ ഏറ്റെടുത്തൊരു പാട്ടാണ്. എന്തായിരുന്നു അതിന് പിന്നിലുള്ള, അങ്ങനെ ഒരു പാട്ട് എഴുതിയതിന് പിന്നിലുള്ള അതിൻ്റെ ഒരു വസ്തുത പറയാമോ? അതിൻ്റെ പിന്നണിയിലുള്ള കാര്യമേനെന്ന് വെച്ചാൽ, അത് ഒരു എറണാകുളത്തുള്ള ഒരു പ്രൊഡ്യൂസറായിരുന്നു ആ പാട്ടിൻ്റെ നിർമ്മാതാവ്. പുള്ളി പറഞ്ഞു ഒരു സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ പാട്ട് വേണം, അപ്പോൾ കാഞ്ഞൂർക്ക് വേണ്ടിയുള്ളതാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ കാഞ്ഞൂർ എന്ന പേര് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ പുണ്യാളൻ്റെ ഒരു പാട്ട് അങ്ങനെ എഴുതി. അത് മാർക്കോസാണ് അത് പാടിയത്. അവിടെ വന്ന് പുള്ളി തന്നെ അത് പാടി പാട്ട് റിലീസ് ചെയ്തത് അവിടെ വന്ന് പാടിയൊക്കെയാണ് ചെയ്തത്. ഏകദേശം ഒരു 25 വർഷങ്ങൾക്കൊക്കെ മുമ്പാണത്. എനിക്ക് തോന്നുന്നൊരു
6-7 പാട്ടുകൾ ഇങ്ങനെ കാഞ്ഞൂർ പുണ്യകാലം ബന്ധപ്പെട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏറ്റവും പ്രൊമിനൻ്റായി നിൽക്കുന്ന പാട്ടുകളിലൊന്നാണ്. അതും ഈ പറഞ്ഞല്ലോ ഇത്രയും വർഷമായിട്ടും ആ ഒരു സമയത്ത് അതിങ്ങനെ ആ ഒരു ദേവാലയം ബന്ധപ്പെട്ട അല്ലെങ്കിൽ സെബാസ്റ്റ്യൻ പുണ്യകാലം ബന്ധപ്പെട്ട നമ്മൾ കേട്ടുള്ള 1-2 പാട്ടുകൾ ഒഴിച്ച് അധികം പാട്ടുകളില്ല. ആ സമയത്താണ് തോമസ് ഈ പാട്ട് എഴുതുന്നത്. നമുക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു 4 വരി. കാഞ്ഞൂരിൽ വാഴുന്ന കാരുണ്യരൂപനെ, അഗതികൾക്കാശ്രയം അരുളും പ്രകാശമേ, ആദികൾ നീക്കിടാൻ വ്യാധികൾ മാറ്റിടാൻ കൃപ ചൊരിഞ്ഞിടൂ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണേ. തോമസ് ഈ ഒരു പാട്ട് കേട്ടപ്പോഴാണെങ്കിലും നേരത്തെ മനസ്സുകളിൽ മധുമലർസുരിയും കേട്ടപ്പോഴാണെങ്കിലും വിശുദ്ധരുടെ ഗാനങ്ങൾ തോമസ് ചേട്ടൻ്റെ ഒരു ചിലർക്ക് ചില ഫേവറേറ്റ് ഏരിയ ഉണ്ടല്ലോ, അല്ലെങ്കിൽ തോമസ് ചേട്ടൻ്റെ ഫേവറേറ്റ് മീൻസ് എല്ലാം ഒരുപോലെ ഇരിക്കുമെങ്കിൽ പോലും ഇത്തരം ഗാനങ്ങളിൽ തോമസ് ചേട്ടൻ്റെ പ്രത്യേക കഴിവുള്ളതുപോലെ തോന്നും. തോമസ് ചേട്ടാ ഇവിടെ നിന്നൊക്കെ ഒരുപാട് ദൂരെ അയർലൻഡിലായിരിക്കുമ്പോഴും ഈ ഒരു ഗാന ശുശ്രൂഷയെ എങ്ങനെയാണ് മുറുകെ പിടിക്കുന്നത്? കുടുംബം എങ്ങനെയാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്? കുടുംബാംഗങ്ങളും ഇത്തരം കാര്യങ്ങളിൽ കൂടെയുണ്ടോ? എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നത്? ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് പെട്ടെന്നൊന്ന് പറയാമോ? ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് അയർലൻഡിലേക്ക് പോയപ്പോൾ ഞാൻ കരുതി വേറൊരു ഭാഷ, വേറൊരു നാട്, കൾച്ചർ വേറെ. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ നാട്ടിൽ ഒരു പാട്ടുകാരനായിരുന്നില്ല. ഞാൻ കീബോർഡാണ് വായിച്ചുകൊണ്ടിരുന്നത്. കമ്പോസ് ചെയ്യുമെന്നുണ്ടെങ്കിലും ഞാൻ കീബോർഡ് വായിച്ചുകൊണ്ടിരുന്നത്. 25 വർഷത്തിലധികം തൃപ്പൂണിത്തുറ പള്ളിയിൽ കീബോർഡ് വായിച്ചിട്ടുണ്ട്. പക്ഷേ ഇടവകക്കാർ എൻ്റെ ശബ്ദം മൈക്കിലൂടെ കേട്ടിട്ടില്ല. ഞാൻ അയർലൻഡിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ദൈവം എന്നെ വേറൊരു വിധത്തിലാണ് ഉപയോഗിച്ചത്. ഞാൻ അവിടെ പാട്ടുകാരനാക്കി എന്നെ മാറ്റി. എന്നെ അവിടെ പാട്ടുകാരനാക്കി മാറ്റുകയാണ് ചെയ്തത്. മലയാളം പള്ളിയിലല്ല, ഇംഗ്ലീഷ് പള്ളിയിൽ. ഇംഗ്ലീഷിലേക്ക് പാടും മാത്രമല്ല, ഞാൻ അവിടെയും ഇംഗ്ലീഷ് കമ്പോസിങ്ങും നടത്തി. അതിൽ കൂടുതൽ ഇനി പാട്ടുകൾ വരാനും കിടക്കുന്നുണ്ട്. ഇംഗ്ലീഷ് പാട്ടുകൾ, പ്രതിവചന സങ്കീർത്തന ഗാനങ്ങൾ ഞാൻ അവിടെ ചെയ്തിരിക്കുന്നതിൻ്റെ ഗാനങ്ങൾ വരാനായിട്ടുമുണ്ട്. വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ മലയാളം കുർബാന മാസത്തിൽ 1-2 ഒക്കെ ഉള്ളു, അവിടെ വായിക്കുന്നുണ്ട്. പിന്നെ കുടുംബത്തിൻ്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൻ വയലിനിസ്റ്റ് കൂടിയാണ്. അവൻ സൗണ്ട് എഞ്ചിനീയറിങ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവൻ വീട്ടിലൊരു സ്റ്റുഡിയോ ഉണ്ട്. എൻ്റെ പാട്ടുകൾ അവിടെ റെക്കോർഡ് ചെയ്യുന്നു, ഏഞ്ചലിക് ഓഡിയോസ് എന്ന് പറഞ്ഞ്. പിന്നെ മോൾ, അവളും സപ്പോർട്ടാണ്. ഇവിടെ ഞാൻ മാത്രമായിട്ട് നാട്ടിൽ ദൈവത്തിന് ശുശ്രൂഷ ചെയ്തിരുന്നു. എൻ്റെ ഒരു ശുശ്രൂഷയായിട്ടാണ് ഞാനത് വിചാരിക്കുന്നത്, എൻ്റെ വായിച്ചുകൊണ്ടിരുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അത് എന്നെ കുടുംബത്തിൻ്റെ മൊത്തം ശുശ്രൂഷയായിട്ട് ദൈവം മാറ്റി. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ഓൾട്ടറിൽ സർവ് ചെയ്യാനായിട്ട് മക്കൾ, മോനും അവിടുത്തെ കൊയറിൽ, മോളും അവിടുത്തെ സർവിങ്ങിൽ, വൈഫാണെങ്കിലും അവിടെ വോളണ്ടിയറായിട്ട് എല്ലാ വർഷമുള്ള ലൂർദ് പിൽഗ്രിമേജിൻ്റെ വോളണ്ടിയറാണ് അവൾ. 10 വർഷമായിട്ട് എല്ലാ വർഷവും അവിടുത്തെ ഡയസസിൻ്റെ, കിൽമോർ ഡയസസിൻ്റെ പിൽഗ്രിമേജിൽ വോളണ്ടിയറാണ് അവൾ. അപ്പോൾ ഇവിടെ ഞാൻ മാത്രം ചെയ്തിരുന്ന ശുശ്രൂഷ അവിടെ വന്നപ്പോൾ കുടുംബമായിട്ട് ഉള്ള ശുശ്രൂഷയായിട്ട് മാറി. അതിനൊപ്പം ചെറിയ രീതിയിൽ സംഗീതവും കൊണ്ട് പോകുന്നു. തോമസ് ഏട്ടാ, ഒരുപാട് സന്തോഷമായിരുന്നു തോമസ് ഏട്ടൻ്റെ കഥകൾ കേൾക്കാനും തോമസ് ഏട്ടൻ്റെ തൃപ്പൂണിത്തുറ മുതൽ അയർലൻഡ് വരെയുള്ള ശുശ്രൂഷകളെ പറ്റി കേട്ടിരിക്കാനും ഒക്കെ ഒരുപാട് സന്തോഷമായിരുന്നു. തീർച്ചയായിട്ടും തോമസ് ഏട്ടൻ പറഞ്ഞ കാര്യങ്ങളിലൊക്കെയും ഒരു ദൈവിക ഇടപെടലുണ്ട്, തമ്പുരാൻ്റെ കരമുണ്ട്. അല്ലാതെ നമുക്ക് കൃത്യമായിട്ട് അറിയാം, നമ്മളൊരു പാട്ട് എഴുതുമ്പോൾ തമ്പുരാൻ കൈപിടിച്ചില്ലെങ്കിൽ ആ എഴുതുന്ന വരികളൊന്നും ആരിലേക്കും എത്തില്ല. ട്യൂൺ ചെയ്യുമ്പോഴും പരിശുദ്ധാത്മാവ് ഇടപെട്ടില്ലെങ്കിൽ ഒന്നും ആവില്ല. തീർച്ചയായിട്ടും തോമസ് ചേട്ടൻ അതിനെ സാക്ഷ്യപ്പെടുത്തുകയും അതിനെ ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ഒരു കാലഘട്ടത്തിൽ ഇങ്ങോട്ട് വിശ്വാസം പകർന്നു നൽകുവാനായിട്ട് കാതങ്ങൾ സഞ്ചരിച്ച് ഒരു തോമസ് വന്നുവെങ്കിൽ തൃപ്പൂണിത്തുറയിൽ നിന്ന് അയർലൻഡിൽ 1000 കാതങ്ങൾ സഞ്ചരിച്ച് ചെന്ന് അവിടെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് തോമസ് ഏട്ടനെ തമ്പുരാൻ ഇടപെടുത്തി എന്നുള്ളത് നിയോഗിച്ചിരിക്കുകയാണ്. നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇനി ആ നിയോഗം തുടരാൻ സാധിക്കട്ടെ. തീർച്ചയായിട്ടും തോമസ് ഏട്ടൻ്റെ പേരിന് കാരണഭൂതനായ തോമാസ് ലിഹായുടെ അനുഗ്രഹവും വലിയ മാധ്യസ്ഥവും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് നന്മകൾ നേരുകയാണ്. തോമസ് ഏട്ടൻ തമ്പുരാൻ അനുവദിക്കുന്ന കാലത്തോളം പാട്ടുകൾ എഴുതാനും കമ്പോസ് ചെയ്യുവാനും ഒരുപാട് പേരിലേക്ക് ആ ഗാനങ്ങൾ ഈശോയെ അറിയുവാനുള്ള വഴിയായിട്ട് മാറുവാനൊക്കെ സാധിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. വീണ്ടും കണ്ടുമുട്ടാൻ തോമസ് ഏട്ടാ പ്രാർത്ഥനകൾ നേരുന്നു. താങ്ക് യു സോ മച്ച്. മനസ്സുകളിൽ മധുമലർ വിരിയും, ആത്മാവിൽ വരമഴ ചൊരിയും, പുണ്യാത്മനേ നിൻ തിരുനാൾ
ഹൃദയത്തോടെ ഞങ്ങൾ